ഇന്ധനവില വർധനവിനെതിരെ കൊച്ചിയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോ കെട്ടിവലിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും CNGയുടെയും അടക്കം ഇന്ധനവില വർധനവിനെതിരെ കൊച്ചിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. ഓട്ടോറിക്ഷ കെട്ടിവലിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് അവർ പോകുന്നത്. ഇന്ധനവില വർധനവ് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുക, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇന്ധനവില വർധനവ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ അടക്കം പ്രതികൂലമായി ബാധിക്കുകയാണ്. കൂടുതൽ പൈസ അവർക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ചിലവാകുമ്പോൾ അവരുടെ വരുമാനത്തിൽ ആ രീതിയിലുള്ള വർധനവില്ല. നേരത്തെയുള്ള അതേ ഫീസ് തന്നെയാണ്, അതേ ചാർജ് തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഉപജീവനാർത്ഥം ഈ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇന്ധനവില വർധനവ് അവരുടെ വരുമാനത്തെ വലിയ തോതിൽ ബാധിക്കുന്നു. അവരുടെ വിഷമം, പ്രതിഷേധം ഒക്കെ പ്രകടിപ്പിക്കുകയാണ്. വിശദാംശങ്ങൾ. ഷമ്മി, ഓട്ടോ തൊഴിലാളികളുടെ വലിയ പ്രതിഷേധം കൊച്ചിയിൽ നടക്കുകയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ഇന്ധനവില വർധനവ് വലിയ തരത്തിലാണ് ഇന്ധനത്തിന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും CNGക്കുമൊക്കെ 3 രൂപയോളമാണ് വർദ്ധിപ്പിച്ചത്. CNGക്ക് കിലോയ്ക്ക് 2 രൂപയാണെങ്കിൽ പെട്രോളിനും ഡീസലിനും 3 രൂപ വീതമാണ് വർദ്ധിപ്പിച്ചത്. ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്, പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്നൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മീറ്റർ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ഈ ഇത്രയും ഉയർന്ന വിലയ്ക്ക് ഇന്ധനം അടിച്ച് സർവീസ് നടത്തുക എന്നുള്ളത് അപ്രാപ്യമാണ്, വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കും. ഈ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അവരെ സംബന്ധിച്ച് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരായത് എന്നുള്ളതാണ് വസ്തുത. വലിയ പ്രതിഷേധം. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി അസോസിയേഷൻ നേതൃത്വത്തിൽ, CITU അഫിലിയേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുകയാണ്. ഈ എറണാകുളത്തെ PT ഉഷ റോഡിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. CITU തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള ആ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. വലിയ പ്രതിഷേധമാണ് അവരെ സംബന്ധിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഉപജീവനമാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും വർധനവ് ഉണ്ടായാൽ ഒറ്റയടിക്ക് 3 രൂപയൊക്കെയാണ് വർദ്ധിപ്പിച്ചത്. അത് വലിയ പ്രതിസന്ധി അവരെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. ഓട്ടോറിക്ഷ കെട്ടിവലിച്ച് ആ തരത്തിൽ തന്നെ പോകേണ്ടി വരും എന്നുള്ളത് പ്രതീകാത്മകമായി അവർ അവതരിപ്പിക്കുകയാണ്. ആ തരത്തിലൊരു പ്രതിഷേധ മാർഗം സ്വീകരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. വലിയ പ്രതിഷേധം അവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ആ പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അവർ PT ഉഷ റോഡിലേക്ക് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോകാനിടയായത്? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ തോതിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 3 രൂപ എന്ന നിലയിൽ ഉണ്ടായിരുന്ന വില വർധനവിൻ്റെ സാധ്യതയിൽ നിന്ന് വ്യത്യസ്തമായി ഡീസലിനും പെട്രോളിനും ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ള വില എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മോട്ടോർ മേഖലയെ വലിയ തോതിൽ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിന് ഇടയാക്കിയ സാഹചര്യം കേന്ദ്ര BJP ഗവൺമെന്റിന്റെ ജനദ്രോഹപരമായ നിലപാടാണ്. ഇതിനെതിരായ ശക്തമായ സമരത്തിനാണ് CITU രാജ്യവ്യാപകമായി നേതൃത്വം കൊടുക്കുന്നത്. ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് ഇത് ഈ തൊഴിൽ കൊണ്ടുനടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. തീർച്ചയായും ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു. അതുകൊണ്ട് മീറ്റർ ചാർജ് പുതുക്കി നിശ്ചയിക്കാതെ ഒരു കാരണവശാലും കഴിയില്ല. സംസ്ഥാന ഗവൺമെന്റിന് ഏതാണ്ട് 250 കോടി രൂപ അധിക വരുമാനമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാകണമെന്ന് ഈ സന്ദർഭത്തിൽ പറയുക.
തീർച്ചയായിട്ടും നമുക്ക് തൊഴിലാളികളിലേക്കും കൂടി ഒന്ന് പോകാം. എങ്ങനെയാണ് ഈ തൊഴിലും കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി? അതെ, തീർച്ചയായിട്ടും തൊഴിൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയായി. ഈ ചാർജ് വെച്ച് മുന്നോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ?